അസ്സലാമലൈക്കും. ഹലോ മുത്തുമണികളെ, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ പേരുണ്ടോ എന്നറിയില്ല, എന്നാൽ നാം പാഴാക്കുന്ന ഭക്ഷണത്തിൽ മറ്റൊരാളുടെ വിശപ്പുണ്ടതിൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിൽ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാന്നാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാൽ അതൊരു പാനടുപ്പത്ത് കാശത്തിന് എണ്ണ വറന്നു കൊടുക്കുക. എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടാകുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളി ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടാകുമ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഉപ്പ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ബീഫ് മസാലപ്പൊടി. ഇതിലേക്ക് പച്ചമുളക് മാറുന്നത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ടാകുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് അത് അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അതേ പാനിൽ തന്നെ ബീഫ് ഞാൻ വേവിച്ചെടുത്തതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് ഇട്ടത് വേവിച്ചെടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പച്ച വറ്റാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു പേസ്റ്റ് ഇതിലേക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. ടേസ്റ്റ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നിട്ട് ആവശ്യം ഇങ്ങനെ വെച്ചിരുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലായിട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ എല്ലാവർക്കും ലവ് യു, ബൈ.